നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ചിലരെങ്കിലും വേൾഡ് കപ്പ് നേടി എന്നുള്ളതാണ് മികച്ച താരത്തിലുള്ള മാനദണ്ഡം എന്ന് പറയുന്നവരുണ്ട്. നല്ല താരമായതുകൊണ്ട് കാര്യമില്ല, വേൾഡ് കപ്പ് കൂടി നേടിയെങ്കിലേ അയാൾ കംപ്ലീറ്റ് ആവുകയുള്ളൂ എന്നൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ നെയ്മർ ജൂനിയർ പറയുന്നു, ഒരാൾ വേൾഡ് കപ്പ് നേടിയില്ല എന്നുള്ളത് കൊണ്ട് അയാൾ മികച്ച താരമല്ലാതാകുന്നില്ല, അയാൾ ഇൻകംപ്ലീറ്റ് ആവുന്നില്ല. നമ്മുടെ ഏറ്റവും പുതിയ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് വേൾഡ് കപ്പിനെ കുറിച്ച്, വേൾഡ് കപ്പ് നേട്ടത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന മറുപടി, തീർച്ചയായിട്ടും ഒരു പ്ലെയർ വേൾഡ് കപ്പിൽ ദേശീയ ടീമിനെ റെപ്രസെൻ്റ് ചെയ്യുക, എന്നിട്ട് കഴിയാവുന്നതൊക്കെ നേടുക, വേൾഡ് കപ്പ് അടിക്കുക എന്നുള്ളത് സ്വപ്നം കാണും, അത് സ്വാഭാവികമാണ്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നില്ല ഒരാൾ വേൾഡ് കപ്പ് നേടിയില്ല എന്നുള്ളത് കൊണ്ട് അയാളുടെ കരിയർ ഇൻകംപ്ലീറ്റ് ആകും എന്ന്. ഒരുപാട് ബ്രസീലിയൻ പ്ലേയേഴ്സില്ലേ, അവർ ദേശീയ ടീമിന് വേണ്ടി കളിച്ചു, പക്ഷേ വേൾഡ് കപ്പ് വിജയിക്കാത്ത ഒരുപാട് ബ്രസീലിയൻ താരങ്ങളില്ലേ, എന്നിട്ടും അവരെ ബെസ്റ്റ് പ്ലേയേഴ്സിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പെടുത്താറില്ലേ? അപ്പം അതുകൊണ്ട് വേൾഡ് കപ്പല്ല ഒരു മികച്ച താരത്തിന് അല്ലെങ്കിൽ കംപ്ലീറ്റ് പ്ലെയറുടെ ഒരു മാനദണ്ഡം എന്ന് തന്നെ നെയ്മർ ജൂനിയർ പറഞ്ഞു വെക്കുന്നു. ഏതായാലും നെയ്മർ ജൂനിയർക്കും ഈ പറഞ്ഞ പോലെ വേൾഡ് കപ്പ് ഇല്ല, പക്ഷേ ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി ഗോൾ അടിച്ചതിൻ്റെ കണക്കിൽ സാക്ഷാൽ പെലെയെപ്പോലും മറികടന്നുകൊണ്ട് ബ്രസീലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ അടിച്ച താരമാണിന്ന് അദ്ദേഹം. ഇനിയിപ്പോൾ അടുത്ത വേൾഡ് കപ്പ്, അതിന് 5 മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോഴേക്കും പൂർണ്ണ ഫിറ്റായിട്ട് അദ്ദേഹത്തിന് ദേശീയ ടീമിനായി കളിക്കാനിറങ്ങി വേൾഡ് കപ്പിൽ കിരീടം ചൂടി ഇത്തരം വാദങ്ങൾ, അതായത് വേൾഡ് കപ്പ് ഇല്ല അതുകൊണ്ട് നിങ്ങൾ ബെസ്റ്റ് പ്ലെയർ അല്ല എന്ന തരത്തിലുള്ള വാദങ്ങളെ ഖണ്ഡിക്കാൻ പറ്റുമോ? അതല്ല. ഇനിയിപ്പോൾ വേൾഡ് കപ്പ് ഇല്ലെങ്കിലും ഈ ഗോളടിയും മറ്റുമൊക്കെയായിട്ട് ബ്രസീലിയൻ ചരിത്രത്തിൽ ഇടം പിടിച്ച കളിക്കാരനാണ് നെയ്മർ. അതങ്ങനെ തന്നെ തുടരുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.